വീണ്ടും പവർ വിഷനിൽ നിന്ന് സ്നേഹവന്ദനം. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങളിൽ നിന്ന് ഉയർപ്പിൻ്റെ ഒരു സന്ദേശവും കൂടെ ഈ കഷ്ടാനുഭവ ധ്യാനത്തോട് ചേർന്ന് പങ്കുവയ്ക്കട്ടെ. പിന്നത്തേതിൽ 11 ഭക്ഷണത്തിനിരിക്കുമ്പോൾ കർത്താവ് അവർക്ക് പ്രത്യക്ഷനായി. തന്നെ ഉയർത്തെഴുന്നേറ്റവനായി കണ്ടവരുടെ വാക്ക് വിശ്വസിക്കായ്കയാൽ അവരുടെ അവിശ്വാസത്തെയും ഹൃദയകാഠിന്യത്തെയും ശാസിച്ചു. ഉയർത്തെഴുന്നേറ്റ കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്നിട്ട് ചെറുതായിട്ടൊന്ന് വഴക്ക് പറഞ്ഞു. നിങ്ങൾക്ക് എത്ര പറഞ്ഞാലും വിശ്വാസം ഇല്ലല്ലേ എന്ന് പറഞ്ഞ് ശാസിച്ചു. എന്നിട്ടിനി ഒരു ദൗത്യം ഭരമേൽപ്പിക്കുകയാണ്. പിന്നെ കർത്താവ് അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ഏതാണ് ദൗത്യം? നമുക്ക് വചനത്തിൽ നിന്ന് തന്നെ എടുക്കാം. ദൗത്യം നമ്പർ 1, പോകുക. ദൗത്യം 2, പ്രസംഗിക്കുക. ദൗത്യം 3, സ്നാനപ്പെടുത്തുക. ദൗത്യം 4, ശിഷ്യരാക്കുക. മത്തായി സുവിശേഷം 28-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങളും കൂടെ ഈ കൂടെ ചേർത്താൽ നമുക്ക് ഈ 4 കാര്യം കാണാം. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മെ ഏൽപ്പിച്ച ദൗത്യം നമ്മൾ മറന്നുപോയതാണോ അറിയാത്തതാണോ? നമ്മളൊരു മതമായി, ഒരു പള്ളിയായി കൂടി വന്ന് പിരിഞ്ഞു പോകാനാണോ കർത്താവ് പറഞ്ഞത്? അല്ല, നിങ്ങളിൽ ചിലര് പോകണമെന്നല്ല, നിങ്ങൾ എല്ലാവരും പോകണം. എവിടെ പോകണം? ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോകണം. കേരളത്തെക്കാൾ ചെറിയ ഒരു പലസ്തീൻ നാട്ടിൽ വെച്ച് പറഞ്ഞ ഈ കാര്യം ഇന്ന് പവർ വിഷനിലൂടെ ലോകം മുഴുവൻ പോവുകയല്ലേ. അതുപോലെ എത്രയോ ടെലിവിഷനിലൂടെ പോകുന്നു. അപ്പം സുവിശേഷമാണ് അതിവേഗം ബഹുദൂരം പോകേണ്ട സന്ദേശം. സ്തോത്രം, 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 സ്തോത്രം. അതിവേഗം ബഹുദൂരം പോകേണ്ട സന്ദേശം സുവിശേഷമാണ്. ദൈവത്തിന് മഹത്വം. അപ്പോൾ ഒന്നാമത്തെ ഉത്തരവാദിത്വം പോകുക, ഗോ. രണ്ടാമത്തെ ഉത്തരവാദിത്വം പ്രസംഗിക്കുക. വലിയ വലിയ കാര്യമൊന്നും പറയണ്ട. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, പാപികൾക്ക് വേണ്ടി മരിച്ചു, അവൻ ജീവിക്കുന്നു, അവൻ മടങ്ങി വരും. ഇത്രയേ ഉള്ളൂ. അതിനോടുള്ള പ്രതികരണത്തെക്കുറിച്ച് നിങ്ങൾ ഭാരപ്പെടണ്ട. അതാണ് അടുത്ത വാക്യം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്തവരോ? അവരുടെ കാര്യം നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? പിന്നെ നിങ്ങളെ ദേഹോപദ്രവം ചെയ്യുകയോ പരിഹസിക്കുകയോ ഒക്കെ ചെയ്താൽ നിങ്ങൾ എൻ്റെ നാമത്തിനു വേണ്ടി അത് സഹിക്കാനും കൂടെ നിങ്ങൾ തയ്യാറാകണം. ആളുകൾ ഒരുപക്ഷെ ഇഷ്ടക്കുറവ് കാണിക്കുമായിരിക്കും, പക്ഷേ അതിനകത്ത് ചിലർ വിശ്വസിക്കും. അങ്ങനെയല്ലേ നമ്മളൊക്കെ വിശ്വസിച്ചത്? അല്ലാതെ ഇത് പാരമ്പര്യമായിട്ട് വന്നതല്ലല്ലോ. അപ്പോൾ എല്ലാ വർഷവും ഈസ്റ്റർ ദിനത്തിൽ നല്ല ബീഫ് കറി വെച്ച് അപ്പം ചുട്ട് കഴിക്കുന്ന ആ ഒരു ചാപ്പാടിൻ്റെ ഓർമ്മയാണോ ഈസ്റ്റർ സന്ദേശം? പടക്കങ്ങൾ പൊട്ടുന്ന ഓർമ്മയാണോ ഈസ്റ്റർ സന്ദേശം? അല്ല. പോകുക, പ്രസംഗിക്കുക, സ്നാനപ്പെടുത്തുക, ശിഷ്യരാക്കുക. അങ്ങനെ പോയി
ഇവിടുന്ന് മലയാളികൾ കാശ്മീരിൽ സുവിശേഷ വേല ചെയ്യുന്നു, ഹിമാചലിൽ സുവിശേഷ വേല ചെയ്യുന്നു, ഡൽഹിയിൽ പാർലമെന്റിനോടൊക്കെ 10-20 മൈൽ അകലെ സുവിശേഷം അറിയിക്കുന്നവരുടെ ഒരു വലിയ സംഘത്തെ കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ടു. മധ്യപ്രദേശില്, മഹാരാഷ്ട്രയില്, ഛത്തീസ്ഗഡില്, ഉത്തരാഞ്ചലില്, ബീഹാറില് എല്ലാം സുവിശേഷകർ പോയി. ഇനിയും എത്താത്ത സ്ഥലങ്ങളുണ്ട്, ഗ്രാമങ്ങളുണ്ട്, പട്ടണങ്ങളുണ്ട്, രാജ്യങ്ങളുണ്ട്. പോകണം 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 പോകണം. ആര് പോകണം? ചെറുപ്പക്കാർ പോകണം. കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിൽ വെച്ച് മരിച്ചുപോയ ഒരു മിഷണറിയുടെ ശവടക്കിന് പോയപ്പോൾ ഈ കാര്യം ഞാൻ ഓർക്കുകയും ഒത്തിരി ചെറുപ്പക്കാരോട് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. ഒരു പോൾ വർഗീസ് എന്നു പേരുള്ള സുവിശേഷകൻ 10-24 വയസ്സുള്ളപ്പോൾ സുവിശേഷവുമായി ഈ ഇന്ത്യയുടെ വടക്കേറ്റത്തേക്ക് പോയി. കോവിഡ് കാലത്ത് താൻ മരിച്ചു. ഇപ്പോൾ തൻ്റെ ഭാര്യ മരിച്ചു. സുന്ദരിമാരും സുന്ദരനുമായ ഒരു മോനും 2 പെൺകുട്ടികളുമാണ് അവർക്കുള്ളത്. എനിക്ക് താങ്ങാനാവാത്ത സങ്കടമുണ്ടായി. കാരണം അപ്പനും അമ്മയും നഷ്ടപ്പെട്ട മക്കൾ. പക്ഷേ സുവിശേഷം അറിയിക്കുന്നതിൽ അവർ നമ്മളെക്കാൾ മുൻപിൽ ആയിരുന്നു. പോകുവീൻ, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കും. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്നരുളി ചെയ്ത കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ച് ഈ ദൗത്യം നിങ്ങളെ ഏൽപ്പിക്കുന്നു. ആരെങ്കിലും ചിലരും കൂടെ സുവിശേഷവുമായിട്ട് പോകുവാൻ ഇപ്പോൾ തീരുമാനമെടുക്കുമോ? പ്രിയ കർത്താവേ, ഈ ഓശാന ഞായറാഴ്ച മുതൽ കഷ്ടാനുഭവ ധ്യാനം ഞങ്ങൾ നടത്താൻ ദൈവം കൃപ ചെയ്തു. അതിൻ്റെ ഒടുവിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ.